സ്വാഗതം ടോപ് 10ലേക്ക്. നിയമസഭയ്ക്ക് മുന്നേയുള്ള തദ്ദേശം എന്ന സെമി ഫൈനൽ അത്യന്തം ആകാംക്ഷ നിറഞ്ഞതായിരുന്നു. കടുത്ത സസ്പെൻസുകൾക്കൊടുവിൽ വിജയം തൂക്കിയിരിക്കുകയാണ് UDF. തദ്ദേശത്തിലെ തോൽവി നിയമസഭ പിടിക്കാനുള്ള സാധ്യതകളെ തകർക്കുമെന്ന തിരിച്ചറിവ് മുന്നണികൾക്കുണ്ടായിരുന്നു. അതിനാൽ പ്രാദേശിക പ്രശ്നങ്ങൾക്കൊപ്പം ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം വലിയ രാഷ്ട്രീയ വിഷയങ്ങളും ഉയർന്നു പൊങ്ങി. വിവാദങ്ങളാൽ പൊതിഞ്ഞുവെങ്കിലും വികസന കാർഡിറക്കിയും ക്ഷേമ പെൻഷൻ കൂട്ടിയും LDF ഒന്ന് ശ്രമിച്ചു നോക്കി. ഒത്തില്ല. LDFന് നേരെ എക്സിറ്റ് ബട്ടൺ അടിച്ചിരിക്കുകയാണ് ജനങ്ങൾ. കേരളം കൈപിടിച്ചപ്പോൾ തലസ്ഥാനത്ത് കോർപ്പറേഷൻ അടക്കം പിടിച്ച കേരളത്തിൽ പരക്കെ താമരയും വിരിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയും പോലെ കേരള രാഷ്ട്രീയത്തിലെ വഴിത്തിരിവ്. ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ സമഗ്രമായി നോക്കാം. ആദ്യം 10 പ്രധാന വാർത്തകളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF തരംഗം. കൊല്ലം, കൊച്ചി, തൃശൂർ, കണ്ണൂർ കോർപ്പറേഷനുകൾ UDFന്, കോഴിക്കോട് ഇടതിന്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ 50 സീറ്റുമായി NDA. ജില്ലാ പഞ്ചായത്തിൽ LDFനും UDFനും 7 സീറ്റ് വീതം. മുനിസിപ്പാലിറ്റികളിലും ഗ്രാമപഞ്ചായത്തുകളിലും UDFന് മുൻതൂക്കം. 26 പഞ്ചായത്തുകൾ NDAക്ക്. സംസ്ഥാനത്ത് ചരിത്രം കുറിച്ച് BJP. തലസ്ഥാനത്തെ വിജയത്തിൽ അഭിനന്ദിച്ച് ദേശീയ നേതൃത്വം. കേരള രാഷ്ട്രീയത്തിലെ വഴിത്തിരിവെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാവർക്കും നന്ദി അറിയിച്ച് ട്വീറ്റ്. ജയം ദേശീയ തലത്തിൽ പ്രചരണമാക്കിയ നേതാക്കൾ. തിരുവനന്തപുരം മേയറെ ഉടൻ തീരുമാനിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ. ശക്തികേന്ദ്രങ്ങളിൽ ഇടതിന് തോൽവി. ശബരിമല സ്വർണ്ണക്കൊള്ളയും ജനകീയ സമരങ്ങളും തിരിച്ചടിയായി. ക്ഷേമ പെൻഷനും ഫലം കണ്ടില്ല. കൊല്ലത്തെ ചരിത്ര തോൽവിയിൽ ഞെട്ടി നേതൃത്വം. തോൽവികൾ പരിശോധിക്കുമെന്നും പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാനായില്ലെന്നും മുഖ്യമന്ത്രി. ജനങ്ങൾ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി പണി തന്നുവെന്ന MM മണി. പെൻഷൻ മേടിക്കുക, ഇഷ്ടം പോലെ തന്ന ആളുകൾ, എന്നിട്ട് നേരെ എതിർ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ പേര്. ഇടത് തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമെന്ന് UDF. വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഊർജ്ജമെന്ന് VD സതീശൻ. ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുവെന്ന് മുസ്ലിം ലീഗ്. UDFും BJPയും തമ്മിൽ വോട്ടുകൾ മറച്ചുവെന്ന LDF. ജനവിധിയിൽ നിന്ന് സർക്കാർ പാഠം പഠിക്കണമെന്ന CPI. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുൻ DGP R ശ്രീലേഖയ്ക്കും മുൻ MLA ശബരിനാഥനും വിജയം. ഹൈക്കോടതി വിധിയിൽ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച UDF സ്ഥാനാർത്ഥി വൈഷ്ണയ്ക്ക് മുട്ടടയിൽ വിജയം. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൽ CPI വിട്ട് കോൺഗ്രസിലെത്തിയ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് റീകൌണ്ടിംഗിൽ ജയം. തോറ്റ മുൻ MLA EM അഗസ്തി രാഷ്ട്രീയത്തിൽ നിന്ന് പടിയിറങ്ങി. കേരള കോൺഗ്രസ് എമ്മിന് തിരിച്ചടി. പാലാ നഗരസഭ LDFന് നഷ്ടമായേക്കും. സ്വതന്ത്രരുടെ പിന്തുണയോടെ ഭരണം പിടിക്കാൻ UDF നീക്കം. പാലായുടെ ഭരണം തീരുമാനിക്കുക പുളിക്കക്കണ്ടം കുടുംബത്തിലെ 3 സ്വതന്ത്രന്മാർ. പന്തള തട്ടിമറി. BJPക്ക് ഭരണം നഷ്ടമായി. നഗരസഭാ ഭരണം LDFന്. പാലക്കാട്ടും തൃപ്പൂണിത്തുറയും NDAക്ക്. കണ്ണൂരിൽ ആക്രമണം അഴിച്ചുവിട്ട് CPM. വീട്ടിൽ കയറി അക്രമം. ന്യൂനം പറമ്പിൽ സംഘർഷാവസ്ഥ തുടരുന്നു. വിജയാഹ്ലാദത്തിൽ 2 പേർക്ക് ഗുരുതര പരിക്ക്. പയ്യന്നൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി കാരയിൽ വൈശാഖിന്റെ വിജയത്തിൽ വെല്ലുവിളിയുമായി MV ജയരാജൻ. എറണാകുളത്ത് കുന്നത്തുനാടും മഴവന്നൂരും 2020ക്ക് നഷ്ടമായി. തിരുവാണിയൂർ പിടിച്ചെടുത്തു. കിഴക്കമ്പലവും ഐക്കരനാടും നിലനിർത്തി. കൊൽക്കത്തയിൽ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിക്ക് ഊഷ്മള സ്വീകരണം. മെസ്സിയെ കാണാനാകാത്തതിൽ രോഷപ്രകടനവുമായി ആരാധകർ. കുപ്പിയെറിഞ്ഞും കസേര തല്ലിത്തകർത്തും പ്രതിഷേധം. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 50% വരെ തീരുവ ഏർപ്പെടുത്തിയ ട്രംപിന്റെ നടപടി അവസാനിപ്പിക്കാൻ US പ്രമേയം. അവതരിപ്പിച്ചത് US ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവിലെ 3 അംഗങ്ങൾ. ട്രംപിന്റെ നടപടികൾ നിയമവിരുദ്ധവും അമേരിക്കൻ തൊഴിലാളികൾക്കും ഉപഭോക്താക്കൾക്കും ദോഷകരവുമെന്ന വിമർശനം. സ്റ്റോറി ഓഫ് ദി ഡേ. പ്രതിരോധത്തിന് ഇനി പിനാകക്കരുത്ത്.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാറ്റ് വലത്തോട്ട് ആഞ്ഞടിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് ചരിത്രത്തിലില്ലാത്ത വിധം UDF തരംഗമാണ്. 6 കോർപ്പറേഷനുകളിൽ 4 UDF ആണ്. മുനിസിപ്പാലിറ്റികളിലും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും അവരുടെ വലിയ കുതിപ്പ്. അപ്രതീക്ഷിത UDF തേരോട്ടത്തിൽ ശക്തി കേന്ദ്രങ്ങളിലടക്കം ആടിയുലഞ്ഞ LDF കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രമായി ഒതുങ്ങി. ജില്ലാ പഞ്ചായത്തുകളിൽ LDFും UDFും ഒപ്പത്തിനൊപ്പമാണ്. തിരുത്തൽ ശക്തിയായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ് NDA. അവർ കേവല ഭൂരിപക്ഷത്തിന് തൊട്ടരികിലാണ്. എല്ലാ കണക്കുകൂട്ടലുകളും കാറ്റിൽ പറത്തിയ തിരഞ്ഞെടുപ്പ് ഫലമാണ് സംസ്ഥാനത്ത് തദ്ദേശ ഭരണ ഉണ്ടായിരിക്കുന്നത്. ആഞ്ഞടിച്ച ഭരണവിരുദ്ധ വികാരം UDF അനുകൂല തരംഗമായി മാറി. ചുവപ്പുകോട്ടകളടക്കം കടപുഴകി വീണു. LDFിന്റെ കയ്യിലുണ്ടായിരുന്ന 5 കോർപ്പറേഷനുകളിൽ നിന്ന് കൊല്ലവും എറണാകുളവും തൃശൂരും പിടിച്ചടക്കിയ UDF കണ്ണൂർ നിലനിർത്തുകയും ചെയ്തു. കോഴിക്കോട്ടെ ആശ്വാസ വിജയത്തിൽ മാത്രം ഒതുങ്ങേണ്ടി വന്നു LDFന്. ഇടതു വലതു മുന്നണികളെ അങ്കലാപ്പിലാക്കി കണ്ണഞ്ചിപ്പിക്കുന്ന വിജയവുമായി ചരിത്രം തിരുത്തിക്കുറിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA കേവല ഭൂരിപക്ഷത്തിന് തൊട്ടരികിലെത്തി. ഗ്രാമപഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണ 351 ആയിരുന്നത് ഇക്കുറി 504 UDF കുതിച്ചുപാഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 38 നിന്ന് 79 UDF വർദ്ധിപ്പിച്ചു. മുനിസിപ്പാലിറ്റികളിൽ 44 നിന്ന് ഇക്കുറി 54 ഇടങ്ങളിലും UDFിന്റെ തേരോട്ടം. ജില്ലാ പഞ്ചായത്തുകൾ 3 നിന്ന് 7 ഉയർത്തിയതോടെ UDFും LDFും ഒപ്പത്തിനൊപ്പമായി. NDAയുടെ കൈവശമുണ്ടായിരുന്ന 2 മുനിസിപ്പാലിറ്റികളിൽ പാലക്കാട് നിലനിർത്തിയപ്പോൾ 12 നഷ്ടപ്പെട്ടു. എന്നാൽ തൃപ്പൂണിത്തറ നേടുകയും ചെയ്തു. കഴിഞ്ഞ തവണ 12 ഗ്രാമപഞ്ചായത്തുകളിലാണ് NDA വിജയിച്ചതെങ്കിൽ ഇക്കുറി 26 ഉയർത്തിയിട്ടുണ്ട്. പല ഡിവിഷനുകളിലും NDAക്ക് മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതേസമയം നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ LDFന് കനത്ത തിരിച്ചടിയാണ് പല വാർഡുകളിലും നേരിട്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സമഗ്ര വിശകലനങ്ങൾക്കുള്ള സമയമാണിത്. തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും മലബാർ മേഖലയിലെയും വിലയിരുത്തലുകളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ അൻഫിലിറ്റ് ഡിസൂസയും ശ്രീജിത്ത് നായരും വിനേഷ് കുമാറും ചേരുകയാണ്. ആദ്യം അൻഫിലിറ്റിലേക്ക്. ഇടതുകോട്ടകളിൽ ഇളക്കം സംഭവിച്ചിരിക്കുകയാണ് അൻഫിലിറ്റ്. UDF മുന്നേറ്റത്തോടൊപ്പം NDAയുടെ ഒരു ശക്തി തെളിയിക്കൽ കൂടിയായിരുന്നു ഇത്തവണ. തെക്കൻ കേരളത്തിലെ ത്രിതല പഞ്ചായത്തിലെ LDF വീഴ്ചയെയും UDF മുന്നേറ്റത്തെയും ഒക്കെ എങ്ങനെ വിലയിരുത്താം? തീർച്ചയായും ഈ തെക്കൻ ജില്ലകളിൽ ഈ കോർപ്പറേഷന്റെ കണക്ക് പറയുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ NDAയുടെ ഒരു കടന്നുകയറ്റം, NDAയുടെ ഒരു മിന്നും വിജയം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ കൊല്ലം കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കൊല്ലം കോർപ്പറേഷനിലെ ഇടത് കോട്ട തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ്. അത് ഇടതു മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പുണ്ടായ ഏറ്റവും കനത്ത പ്രഹരം തന്നെയാണ് കൊല്ലം കോർപ്പറേഷനിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് പത്തനംതിട്ട UDFിന്റെ ഒരു തരംഗമായി മാറിയിരിക്കുന്നു. പത്തനംതിട്ട അത് ജില്ലയായാലും ജില്ലാ പഞ്ചായത്തായാലും ഗ്രാമപഞ്ചായത്തുകളടക്കം ബ്ലോക്കിലടക്കമൊക്കെ തന്നെ UDFിന്റെ തരംഗമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് തിരുവനന്തപുരത്തും കൊല്ലവും എടുക്കുമ്പോൾ ഈ കൊല്ലം കോർപ്പറേഷനിൽ UDFിന്റെ വലിയൊരു വിജയം ഉണ്ടായി എന്നതിനപ്പുറത്തേക്ക് ഈ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ ബ്ലോക്കിലോ ജില്ലാ പഞ്ചായത്തിലൊക്കെ വരുമ്പോൾ തന്നെ വലിയൊരു മുന്നേറ്റം അങ്ങനെ UDFിന് ഉണ്ടായിട്ടില്ല. അവിടെയൊക്കെ LDFിന്റെ ഒരു നില മെച്ചപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അത് തിരുവനന്തപുരത്ത് സമാന സ്ഥിതി തന്നെയാണ്. അതായത് ജില്ലാ പഞ്ചായത്തിൽ കോർപ്പറേഷനുണ്ടായ ഒരു തരംഗമൊന്നും തന്നെ BJPക്കും തന്നെ തിരുവനന്തപുരം ജില്ലയിലെ മറ്റിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ജില്ലാ പഞ്ചായത്തിൽ ഒരിടത്ത് പോലും BJPക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതേസമയം ജില്ലാ പഞ്ചായത്തിൽ 28 വാർഡുകളിൽ 28 ഡിവിഷനുകളിലും 14 എന്ന രീതിയിൽ ഒപ്പത്തിനൊപ്പം എത്താൻ UDFിന് കഴിഞ്ഞു. അതൊഴിച്ചു കഴിഞ്ഞാൽ UDFിന് മറ്റിടങ്ങളിലൊന്നും തന്നെ, അതായത് ഗ്രാമപഞ്ചായത്തുകൾ ഒരു മുന്നേറ്റമൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കിലും LDFിന് അപ്പുറത്തേക്ക് കടത്തി വെട്ടാനായി UDFിന് കഴിഞ്ഞിട്ടില്ല. അതേസമയം 4 മുനിസിപ്പാലിറ്റികളാണ് തിരുവനന്തപുരം ജില്ലയിൽ. ആ 4 മുനിസിപ്പാലിറ്റികളിലും LDFിന്റെ മുന്നേറ്റം തന്നെയാണുള്ളത്. പക്ഷെ അവിടെ ആറ്റിങ്ങലും വർക്കലയും ഈ രണ്ടിടത്തും 2ാം സ്ഥാനത്ത്, കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത് തന്നെയായിരുന്നു BJP. ഇത്തവണയും 2ാം സ്ഥാനത്ത് തന്നെ BJP ഉണ്ടായിരിക്കുന്നു. പക്ഷെ കൊല്ലത്ത് വരികയാണെങ്കിൽ കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ 27 ഡിവിഷനുകളിൽ നടന്നത് 17 ഇടങ്ങളിലാണ് LDFിന് ഒരു മുന്നേറ്റം കാണുന്നത്. UDF 10 ഇടങ്ങളിൽ. അതോടൊപ്പം തന്നെ 4 നഗരസഭകൾ മുനിസിപ്പാലിറ്റികളാണ് ഇവിടെ ഉണ്ടെങ്കിലും ഈ കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി ഒഴികെ മാറ്റി 3ഇടത്തും LDF തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. അതായത് LDF നിലനിർത്തിയെന്നിടത്താണ്. പക്ഷെ അവിടെയൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ 4 മുനിസിപ്പാലിറ്റികളിലും NDAയുടെ ഒരു കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നത്. അതായത് NDA വലിയ രീതിയിൽ തന്നെ നില മെച്ചപ്പെടുത്തി എന്നുള്ളതാണ്. ഈ ധനമന്ത്രിയുടെ KN ബാലഗോപാലിന്റെ കൊട്ടാരക്കര നഗരസഭയൊക്കെ തന്നെ LDF നിലനിർത്തിയെങ്കിലും അവിടെ NDAക്ക് 5, 6, 7 എന്ന
രീതിയിലൊക്കെയാണ് ഈ നഗരസഭകളിലൊക്കെ തന്നെ NDAയുടെ ഒരു കടന്നുകയറ്റം. അതായത് കൊല്ലത്തൊക്കെ തന്നെയും BJP വലിയ രീതിയിൽ, തിരുവനന്തപുരത്തിനപ്പുറത്തേക്ക് BJP വലിയ രീതിയിൽ ഒരു കടന്നുവരവ് ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. അതേസമയം പത്തനംതിട്ട എന്ന് പറയുമ്പോൾ പത്തനംതിട്ടയിലെ ജില്ലാ പഞ്ചായത്തായാലും ഗ്രാമപഞ്ചായത്തായാലും ബ്ലോക്ക് തലത്തിലൊക്കെ തന്നെയും UDFന്റെ ഒരു തരംഗം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് UDFൽ അവിടെ ഇപ്പോൾ ആകെ ബ്ലോക്ക് പഞ്ചായത്തിൽ 8 ഉണ്ടെങ്കിൽ UDF 7 വിജയിച്ചിരിക്കുന്നു. എല്ലായിടത്തും തന്നെ UDFന്റെ ഒരു തരംഗം ഉണ്ടായിരിക്കുന്നു. തെക്കൻ ജില്ലയുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ പത്തനംതിട്ടയിൽ UDFന്റെ തരംഗം ഉണ്ടായിരിക്കുന്നു. കൊല്ലത്ത് കോർപ്പറേഷനിൽ UDF തരംഗം. പക്ഷെ മറ്റിടങ്ങളിലൊക്കെ തന്നെയും LDFന് നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ NDAയും ഏറ്റവും മികച്ച വിജയം നേടിയിരുന്നെങ്കിലും ഗ്രാമപഞ്ചായത്ത് തലങ്ങളിലേക്ക് കടക്കുമ്പോൾ NDAക്ക് ആ രീതിയിലൊരു മുന്നേറ്റം ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടില്ല. ശരി ആൻഫിൽട്ട്, എന്തായാലും നമുക്ക് മധ്യ കേരളത്തിലെ കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. ശ്രീജിത്ത് നായർ ചേരുകയാണ്. ശ്രീജിത്ത്, UDF തരംഗം തന്നെയായിരുന്നു മധ്യ കേരളത്തിൽ കണ്ടത്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ എറണാകുളവും തൃശ്ശൂരും ഒക്കെ കോർപ്പറേഷൻ അത് തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നു. അപ്പോഴും പലയിടത്തും BJP ശക്തി കൂട്ടുന്നുമുണ്ട്. കോട്ടയത്തെ ശക്തി തെളിയിക്കാനാകാത്ത കേരള കോൺഗ്രസ് എമ്മും 2020-ക്കുണ്ടായ തിരിച്ചടിയും ഒക്കെയായിട്ട് മധ്യ കേരളത്തിലെ രാഷ്ട്രീയത്തെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? ശ്രീജ, UDFന് ആശ്വാസം പകരുന്ന, UDFന് ആശ്വാസമല്ല, UDFന്റെ ആധിപത്യം കാണിക്കുന്ന ജില്ലകൾ തന്നെയാണ് ഈ മധ്യ കേരളത്തിലും ദൃശ്യമാകുന്നത്. പ്രത്യേകിച്ച് 3 ജില്ലകൾ UDFന്റെ കൈപ്പിടിയിൽ പൂർണ്ണമായും ഒതുങ്ങിയ കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. എറണാകുളം ജില്ല, ഒപ്പം കോട്ടയം, ഇടുക്കി, ഈ 3 ജില്ലകളിലും ഒരുതരം സമ്പൂർണ്ണമായ ആധിപത്യമെന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിൽ തന്നെ UDFനെ ജനങ്ങൾ കൈപിടിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. തൃശ്ശൂർ, പാലക്കാട്, ഒപ്പം ആലപ്പുഴ, ഈ 3 ജില്ലകളിലാണ് ഇടതുപക്ഷത്തിൻ്റെ പൂർണ്ണമായും അവർക്ക് വിട്ടുകൊടുക്കാനാവാത്ത സ്ഥലങ്ങൾ ഇപ്പോഴുമുള്ളത്. UDF അവിടെയും മേൽക്കൈ പല സ്ഥലങ്ങളിലും LDFന്റെ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും LDFന്റെ ഒരു സ്വാധീന ശക്തി ഇപ്പോഴും ഈ 3 ജില്ലകളിൽ തൃശ്ശൂരും ഒപ്പം പാലക്കാടും ആലപ്പുഴയിലും കാണാൻ സാധിക്കും. ഏതായാലും എറണാകുളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൂർണ്ണമായും മുനിസിപ്പാലിറ്റികൾ ഒരുമിച്ച് കൊടുക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അങ്ങ് ആലുവ, അങ്കമാലി തൊട്ട് പിറവം ആകട്ടെ, കൂത്താട്ടുകുളമാകട്ടെ, കോതമംഗലമാവട്ടെ, അങ്ങ് നോർത്ത് പറവൂരാവട്ടെ, കളമശ്ശേരി ആവട്ടെ, ഏലൂരാവട്ടെ, എല്ലായിടത്തും UDFന്റെ തേരോട്ടം. ഗ്രാമപഞ്ചായത്തിലും ഇതേ ഒരു അവസ്ഥ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കണക്കുകൾ എങ്ങനെ നോക്കിയാലും ബ്ലോക്കുകളിൽ മാത്രമാണ് ഈ ഒരു LDFന്റെ ഒരു സ്വാധീനം പല സ്ഥലങ്ങളിലുള്ളത്. പക്ഷേ പൂർണ്ണമായും UDFന്റെ ഒരു തേരോട്ടം കാണാനാവുന്ന അവസ്ഥ തന്നെ കാണിക്കുന്നു. തൃപ്പൂണിത്തുറയിലാണ് നിലവിൽ ഈ ഒരു ചാഞ്ചാട്ടത്തിൽ നിന്ന് BJP നേട്ടം കൊയ്ത ഒരു സ്ഥലം ആയിട്ട് നമുക്ക് കണക്കാക്കാനാവുന്നത്. അവിടെ ഒരു മെച്ചപ്പെട്ട ഒരു പ്രകടനം BJPക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു. അങ്ങനെ നഗരസഭകളിൽ പൂർണ്ണമായൊരു സ്വാധീന ശക്തിയായി UDF വളരുന്നു. പ്രത്യേകിച്ച് എറണാകുളം, കോട്ടയം, ഈ ഇടുക്കി, ഈ സ്ഥലങ്ങളിലെ പഞ്ചായത്തുകളിൽ പോലും ഏറ്റവും മികച്ച രീതിയിൽ UDFന് മുന്നേറാൻ കഴിയുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോട്ടയത്തെ കാര്യം പറയുകയാണെങ്കിൽ കോട്ടയത്ത് നമുക്കറിയാം കേരള കോൺഗ്രസും UDFും കൂടെ ഒരു UDF സംവിധാനത്തിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥലമാണ് കോട്ടയം. കഴിഞ്ഞ തവണ ആ കോട്ടയത്തെ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് UDFന്റെ കരുത്തായിരുന്നു. പ്രത്യേകിച്ച് മലബാർ ജില്ലകളിൽ എങ്ങനെയാണോ ലീഗ്, അതുപോലെ തന്നെയായിരുന്നു കോട്ടയത്തും ഇടുക്കിയിലും കേരള കോൺഗ്രസ്. കോട്ടയത്തെ കേരള കോൺഗ്രസിൻ്റെ ബലം നഷ്ടപ്പെട്ട ഒരു കാഴ്ചയാണ് കഴിഞ്ഞ തവണ കണ്ടത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് പാലാ നഗരസഭയിൽ ഉൾപ്പെടെ UDF ഭരണം നഷ്ടമാകുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു. പക്ഷേ ഇത്തവണ എങ്ങും ഇടതുപക്ഷത്തിന് ഒരു മേൽക്കൈ നേടാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഭരണം പിടിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. കോട്ടയം ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയിലും ഇടതുപക്ഷത്തിന് ഭരണം പിടിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. മാത്രമല്ല കോട്ടയം നഗരസഭയിൽ UDF ഭരണം തുടരുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു. അത് മെച്ചപ്പെട്ട രീതിയിൽ ഭരണം തുടരുന്ന കാഴ്ചയും കാണാൻ കഴിഞ്ഞു. മാത്രമല്ല UDFിൽ നിന്ന് പിണങ്ങിപ്പോയ ലതിക സുഭാഷ് ഉൾപ്പെടെയുള്ളവർ 3-ാം സ്ഥാനത്ത് വരുന്നൊരു കാഴ്ച. തിരുനക്കരയിൽ ഏറ്റവും നഗര ഹൃദയത്തിൽ വളരെ അങ്ങേയറ്റം ദയനീയമായ പരാജയം ലതിക സുഭാഷ് ഏറ്റുവാങ്ങുന്ന ഒരു കാഴ്ച കണ്ടു. ഏറ്റുമാനൂരിൽ മികച്ച രീതിയിൽ ഒരു ഭരണം നിലനിർത്താൻ UDFന് കഴിയുന്നുണ്ട്. ചങ്ങനാശ്ശേരിയിൽ നമുക്കറിയാം NSSൻ്റെയൊക്കെ ഒരു നിലപാടുള്ള മണ്ഡലമാണ്. അവിടെ സമദൂര രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അവിടുത്തെ കക്ഷി നിലനിൽക്കുന്നത്. UDFന് ഒരല്പം മേൽക്കൈ ഉണ്ടെങ്കിലും BJPയും LDFും ഏതാണ്ട് ഒരേ രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് ആരെ പിന്തുണച്ചാലാണ് ഭരണം കിട്ടുക എന്ന് അറിയാത്ത സ്ഥിതിവിശേഷമാണ് ചങ്ങനാശ്ശേരിയിൽ ദൃശ്യമാകുന്നത്. ആലപ്പുഴയിൽ പല രീതിയിലുള്ളൊരു G. സുധാകരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും നമ്മൾ കണ്ടിരുന്നു. എന്തായാലും ആലപ്പുഴയിലും LDFന് പതറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കാരണം അവിടെ പൂർണ്ണമായും അവരുടെ മണ്ണ് നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും കുട്ടനാടൻ മേഖലകളിൽ വലിയ രീതിയിൽ സ്വാധീനം ഉണ്ടായിരുന്ന സ്ഥലമാണ് ആലപ്പുഴ. അവിടെ രാമങ്കരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവിടെ CPMും CPIയും പരസ്പരം പോരടിച്ചു. അതിൻ്റെ ഫലമായി UDF വിജയിച്ചു പോവുകയും ചെയ്തു. മാത്രമല്ല പല ആ മേഖലകളിലെ സ്ഥലങ്ങളിലേക്കും കടന്നു കയറാൻ UDFന് സാധിച്ചിട്ടുണ്ട്. ചേർത്തല ഒഴിച്ച് ഒരു സ്ഥലങ്ങളിലും ആലപ്പുഴയിൽ ഭരണം നിലനിർത്താൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾ നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ ഭരണം പോലും നഷ്ടപ്പെട്ടു. ചേർത്തല ഒഴിച്ച് ബാക്കി ഒരു സ്ഥലങ്ങളിലും LDFന് അധികാരത്തിൽ വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. ബുധനൂർ അല്ലെങ്കിൽ തിരുവനന്തപുരം പോലുള്ള ആ സ്ഥലങ്ങളിലൊക്കെ BJPക്ക് വലിയ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. അവിടെ പല പഞ്ചായത്തുകളും BJP ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന BJP അവിടെ വളർന്നു വരുന്നു. SDPI അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിൽ അധികാരത്തിൽ എത്തുന്ന ഒരു കാഴ്ചയും നമുക്ക് ആലപ്പുഴയിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്.
പാലക്കാട്ടെ ഒരു സംവിധാനം എടുത്തു നോക്കിയാൽ പാലക്കാട് BJPക്ക് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമായിരുന്നു. കഴിഞ്ഞ 2 തവണയായി നഗരസഭ ഭരിച്ചുകൊണ്ടിരുന്നത് പാലക്കാട് BJPയാണ്. പക്ഷേ ഇത്തവണ BJP അവിടെ മികച്ച രീതിയിൽ ഒറ്റക്കക്ഷിയായി മാറിയിട്ടുണ്ടെങ്കിലും കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് 25 സീറ്റ് ആണ് നിലവിൽ അവർക്കുള്ളത്. 2 സീറ്റ് കൂടി വേണമായിരുന്നു. അപ്പോഴാണ് അവിടെ തീരുമാനം ചർച്ചകൾ നടക്കുന്നത്. അതായത് ഒരു സ്വതന്ത്രനെ പിന്തുണച്ചുകൊണ്ട് LDFും UDFും കൂടെ ഒരുമിച്ച് BJPയെ പുറത്തു നിർത്താനുള്ള ഒരു ചർച്ചകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. മാത്രമല്ല ഇത്തവണ ഹാട്രിക് പ്രതീക്ഷിച്ചാണ് BJP പാലക്കാട് മത്സരിച്ചത്. പക്ഷേ അത് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അതിനിടയ്ക്ക് അവിടെ പാർട്ടികളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തിരുവനന്തപുരത്തെ പോലത്തെ ഒരു വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് കുറേ കൂടി മെച്ചപ്പെട്ട വിജയം പാലക്കാടും തൃശ്ശൂരും വരേണ്ടതാണ്. പക്ഷേ ആ 2 സ്ഥലങ്ങളും ആ രീതിയിൽ പ്രതിഫലിക്കുന്ന രീതിയിലൊരു വിജയം അവർക്കുണ്ടായില്ല. പക്ഷേ വലിയ പരാജയം എന്നുള്ള രീതിയിൽ ഉണ്ടാകുന്നില്ല. പാലക്കാട് അവർ ഒറ്റക്കക്ഷിയായി തന്നെ നിലനിൽക്കുകയാണ്. തൃശ്ശൂർ നമുക്കറിയാം വീണ്ടും UDFിൻ്റെ കൈകളിലേക്ക് തൃശ്ശൂർ കോർപ്പറേഷൻ എത്തിപ്പെട്ടിരിക്കുകയാണ്. തൃശ്ശൂർ ശരി ശ്രീജിത്ത്, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ മലബാറിലെ കാര്യങ്ങൾ കൂടി അറിയേണ്ടതായിട്ടുണ്ട്. വിനേഷ് കുമാർ ചേരുകയാണ്. വിനേഷ്, ഈ മലബാറിലും വലത് തരംഗം തന്നെയായിരുന്നു. വയനാടും മലപ്പുറത്തും കണ്ണൂരും പാലക്കാടും ഒക്കെ നമ്മൾ അതാണ് കണ്ടത്. പാലക്കാട് നമുക്കറിയാം രാഹുൽ ഫാക്ടർ ഉണ്ടായിരുന്നു. എന്നിട്ടും ഈ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട്. ശ്രീജിത്ത് സൂചിപ്പിച്ച പോലെ പാലക്കാട് നഗരസഭയിൽ ചില കൈകോർക്കലുകൾക്കുള്ള ശ്രമങ്ങളും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെ വിലയിരുത്താം മലബാറിലെ ഒരു ഫലത്തെ? ശ്രീജ, മലപ്പുറം ഒഴികെയുള്ള മലബാറിലെ ജില്ലകൾ എല്ലാ കാലത്തും ഇടത്തോട്ട് ചാഞ്ഞു തന്നെയുള്ളൊരു പാരമ്പര്യമുള്ളതാണ്. പക്ഷേ അതിനെല്ലാം കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ഓരോ ജില്ല പരിശോധിക്കുകയാണെങ്കിൽ കാസർഗോഡ് ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. സംഘടനാ തലത്തിലാണെങ്കിലും അല്ലാതെയും വലിയ സ്വാധീനം ഉള്ള സ്ഥലം കൂടിയാണ്. ആ സ്ഥലത്തെല്ലാം തന്നെ പൂർണ്ണമായും ഒരു UDFിൻ്റെ തേരോട്ടം തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ LDFിൻ്റെ പല കോട്ടകളും കാലങ്ങളായി LDF ചുവപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാമങ്ങളെല്ലാം തന്നെ ഇത്തവണ ത്രിവർണ്ണ പതാകയ്ക്ക് പുറകിലായിരിക്കുന്നു. എല്ലാവരും UDFിനൊപ്പം ചേരുന്നത് നമ്മൾ കണ്ടതാണ്. LDFിൻ്റെ കോട്ടകളിൽ നല്ലൊരു ശതമാനവും ഇവിടെ തകർന്നു വീണു. കണ്ണൂരിൽ മാത്രമാണ് LDFിന് കാര്യമായൊരു ക്ഷതമേറ്റില്ല എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കും. പക്ഷേ എങ്കിലും നഷ്ടങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് പോലും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ രീതിയിലുള്ള അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ട്. BJPയിലേക്കും UDFിലേക്കും വലിയ രീതിയിൽ തന്നെ വോട്ടുകൾ പോയത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് കോഴിക്കോട്ട് എത്തുമ്പോഴത്തേക്ക് കോഴിക്കോടിന് ചെറുതായി ഒന്ന് ആശ്വസിക്കാൻ കഴിയും. കാരണം കോഴിക്കോട് കോർപ്പറേഷൻ എന്തായാലും നഷ്ടപ്പെട്ടില്ല. 35 സീറ്റിലാണെങ്കിൽ പോലും അവർക്ക് കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും അവിടെ LDFിന് ഭരിക്കാൻ കഴിയും എന്നുള്ളൊരു അവസ്ഥയാണ്. പക്ഷേ അതിൽ വമ്പന്മാർ പലരും വീണു. മുസാഫിർ ഒരു കാരണവശാലും അവിടെ തോൽക്കാൻ സാധ്യതയില്ല. മാത്രമല്ല അവിടുത്തെ UDF സ്ഥാനാർത്ഥി പരാജയപ്പെടും, ജയിക്കും എന്നുള്ളൊരു ഉറപ്പ് പോലും UDFിന് ഇല്ലായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ വീണിട്ടുള്ളത്. UDFിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന PM നിയാസ് പാറോപ്പടി പോലുള്ള വളരെ സേഫായ UDFിന് വലിയ സ്വാധീനമുള്ള സ്ഥലത്ത് നിന്ന് വീണിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഒപ്പം തന്നെ ഇവിടുത്തെ പഞ്ചായത്തുകളും ബ്ലോക്കിലും ജില്ലയിലും എല്ലാം തന്നെ UDFിൻ്റെ ഒരു തരംഗം വീശിയിരിക്കുന്നു. RMP ഉൾപ്പെടെ നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു. RMP കൂടുതൽ സീറ്റുകളിൽ വിജയിച്ചുകൊണ്ട് കൂടുതൽ ശക്തി തെളിയിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, നമുക്ക് വയനാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വയനാട് പൂർണ്ണമായും UDFിൻ്റെ ആധിപത്യത്തിലേക്ക് പോയി. എങ്കിൽ പോലും വൈത്തിരി CPMന് വലിയ സ്വാധീനമുള്ള തോട്ടൻ മേഖല ഉൾപ്പെടെയുള്ള സ്ഥലമാണ് വൈത്തിരി പഞ്ചായത്ത്. വൈത്തിരി പഞ്ചായത്ത് പതിറ്റാണ്ടുകൾക്ക് ശേഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം UDF പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ തൊട്ടടുത്ത് ഒരു കാലത്തും ഒരു കാലത്തും LDFിനൊപ്പം നിൽക്കാത്ത UDF ഉള്ള പഞ്ചായത്ത് LDF പിടിക്കുകയും ചെയ്തു. UDFിൻ്റെ കുത്തകയായിരുന്ന മൂപ്പൈനാട് പഞ്ചായത്താകട്ടെ LDF പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെയും പല വമ്പന്മാരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വിമതശല്യം കൊണ്ട് പരാജയപ്പെടുന്നതും നമ്മൾ കണ്ടതാണ്. എന്തായാലും അവിടെ നിന്ന് നമ്മൾ മലപ്പുറത്തേക്ക് എത്തുമ്പോൾ സമ്പൂർണ്ണമായും ഒരു UDFിൻ്റെ ആധിപത്യം. കാരണം നമ്മൾ കണ്ടതാണ് കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലും മലപ്പുറത്തും എല്ലാം കണ്ടത് ആണ്. അവിടുത്തെ മുസ്ലിം സമുദായം പരമാവധി വോട്ട് ചെയ്യുന്നു. SIRൻ്റെ വിവാദങ്ങളുണ്ട്, അവരുടെ വോട്ടിനെ ബാധിക്കും, അവരുടെ സിറ്റിസൺഷിപ്പിനെ ബാധിക്കും എന്നൊക്കെയുള്ള പ്രചാരണങ്ങളും കുപ്രചാരണങ്ങളും വ്യാപിച്ച ഒരു സാഹചര്യത്തിലാണ് വ്യാപകമായി തന്നെ അവർ വോട്ട് ചെയ്യാൻ വന്നു. അത് മലപ്പുറം ജില്ലയിലും കോഴിക്കോടും ഒക്കെ കണ്ടതാണ്. എന്തായാലും തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും മലബാർ മേഖലയിലെയും വിലയിരുത്തലുകളുമായി ഒപ്പം ചേരുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധികളായ ആൻഫിലി ഡിസൂസിയും ശ്രീജിത്ത് നായരും വിനേഷ് കുമാർ. മാറാത്തത് മാറുമെന്ന മുദ്രാവാക്യത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. ഒടുവിൽ മാറ്റുക തന്നെ ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ NDAയുടെ വിജയത്തെ ചരിത്രം എന്ന് തന്നെ വിശേഷിപ്പിക്കണം. തെരഞ്ഞെടുപ്പ് നടന്ന 100 വാർഡുകളിൽ 50ഇടത്തും വെന്നിക്കൊടി പാറിച്ച കേവല ഭൂരിപക്ഷത്തിന് തൊട്ടരികിലാണവർ. 4 പതിറ്റാണ്ടിലേറെ ഭരിച്ച LDFിനെ വെറും 29 വാർഡുകളിൽ ഒതുക്കിയപ്പോൾ UDFിനും 19-നപ്പുറം കടക്കാനായില്ല. 2 സ്വതന്ത്രന്മാരും തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച വിഴിഞ്ഞൻ വാർഡും നിർണായകമാവുകയാണ്.
2010 മുതൽ കൃത്യമായ കണക്കുകൂട്ടലിലാണ് NDA. 15 വർഷങ്ങൾക്ക് ശേഷം ആ വലിയ ലക്ഷ്യത്തിലെത്താൻ BJPക്ക് കഴിഞ്ഞു. ഇടതു വലതു മുന്നണികൾ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിട്ടും ഒരു പോറല് പോലും ഏറ്റില്ല BJPക്ക്. 2015-ലും 2020-ലും രണ്ടാം സ്ഥാനത്ത് വന്ന് പടിപടിയായി ഉയർന്ന NDA 2025-ൽ കണക്കുകൂട്ടലുകൾ കൃത്യമാക്കി. കഴിഞ്ഞ ഭരണത്തിന്റെ അഴിമതി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ജനമധ്യത്തിൽ തുറന്നുകാട്ടാൻ BJPക്ക് കഴിഞ്ഞു. 5 വർഷം കോർപ്പറേഷനിൽ കണ്ടത് വിവിധ ക്രമക്കേടുകൾ ഉൾപ്പെടെ ഭരണപക്ഷത്തിനെതിരായ BJPയുടെ സമരമുഖങ്ങളായിരുന്നു. തെരഞ്ഞെടുപ്പ് വേളയിൽ തിരുമല കൗൺസിലറുടെയും RSS പ്രവർത്തകന്റെയും ആത്മഹത്യകൾ LDFും UDFും ആയുധമാക്കിയിട്ടും അതൊന്നും വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. മറിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം സർക്കാർ വിരുദ്ധ വികാരം കൃത്യമായി പ്രതിഫലിച്ചപ്പോൾ 4 പതിറ്റാണ്ടിലേറെയുള്ള തേരോട്ടം അവസാനിപ്പിച്ച് 52-ൽ നിന്ന് LDFന് 29-ലേക്ക് ഒതുങ്ങേണ്ടി വന്നു. മുൻ MLA KS ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയാക്കി UDF ക്യാമ്പിൽ ആവേശത്തിര ഇളക്കിയെങ്കിലും പക്ഷേ കഴിഞ്ഞ തവണത്തെ 10 എന്നത് 19ആക്കി ഉയർത്താൻ മാത്രമാണ് കഴിഞ്ഞത്. LDFന്റെ കോട്ടകളിലടക്കം ഇടിച്ചു നിരത്തിയാണ് BJPയുടെ മുന്നേറ്റം. അതേസമയം ജില്ലാ നേതാക്കളെയും ഏരിയ സെക്രട്ടറിമാരെയും കളത്തിലിറക്കിയിട്ടും കടപുഴകി വീണ LDFൽ പക്ഷേ മേയർ സ്ഥാനാർത്ഥികളായി ഉയർത്തിക്കാട്ടിയവർ ജയിച്ചു കയറി. പേട്ടയിൽ SP ദീപക്കും വഞ്ചിയൂരിൽ ശങ്കരൻകുട്ടി നായരും പുന്നയ്ക്കാമുകളിൽ RP ശിവജിയും ചാക്കയിൽ മുൻ മേയർ K ശ്രീകുമാറും ജയിച്ച പ്രമുഖരാണ്. അതേസമയം UDFൽ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന KS ശബരിനാഥും ഏറെ വാർത്താ പ്രാധാന്യം നേടിയ വൈഷ്ണയും വിജയിച്ച പ്രമുഖർ. എന്നാൽ BJPയിൽ എല്ലാ പ്രമുഖരും വിജയിക്കൊടി വീശി. മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്ന പ്രമുഖരിൽ ശാസ്തമംഗലത്ത് R ശ്രീലേഖയും നേമത്ത് MR ഗോപനും കൊടുങ്ങാനൂരിൽ VV രാജേഷും കരമനയിൽ അജിത്തും ഉൾപ്പെടെ വിജയിച്ചു. എന്നാൽ കേവല ഭൂരിപക്ഷമായ 51 എന്ന മാന്ത്രിക സംഖ്യയിൽ എത്താനാകാത്ത BJPക്ക് വിഴിഞ്ഞം തെരഞ്ഞെടുപ്പും ജയിച്ചു കയറിയ 2 സ്വതന്ത്രരും നിർണായകമാണ്. വിഴിഞ്ഞത്ത് BJPക്ക് ജയിക്കാനായില്ലെങ്കിൽ കണ്ണമ്മൂലയിൽ ജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി M രാധാകൃഷ്ണനും പൗണ്ട് കടവിൽ വിജയിച്ച കോൺഗ്രസ് വിമതനായിരുന്ന സുധീഷ് കുമാറും കോർപ്പറേഷൻ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കും. ഫലപ്രഖ്യാപനം വന്ന ശേഷം ഉദ്യോഗത്തിന്റെ മണിക്കൂറുകളിലേക്കാണ് തലസ്ഥാന കോർപ്പറേഷൻ നീങ്ങുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ തിരുവനന്തപുരത്തിന് നന്ദി അറിയിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP NDA സഖ്യം നേടിയ വിജയത്തെ കേരള രാഷ്ട്രീയത്തിലെ വഴിത്തിരിവ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. കേരളം LDFനെയും UDFനെയും കൊണ്ട് പൊറുതിമുട്ടിയെന്നും അദ്ദേഹം പറഞ്ഞു. നല്ല ഭരണം കാഴ്ചവെക്കുന്നതിനും വികസിത കേരളം കെട്ടിപ്പടുക്കുന്നതിനുമുള്ള ഒരേയൊരു വഴിയാണ് അവർ NDA കാണുന്നു എന്ന് മോദി കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം മുൻ മേയറായ ആര്യ രാജേന്ദ്രനും കൂടി ഉള്ളതാണ്. മേയർ ആര്യ രാജേന്ദ്രനെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കൗൺസിൽ അംഗം ഗായത്രി ബാബു. പാർട്ടിയേക്കാൾ വലുതെന്ന ഭാവമുണ്ടായി, കഴിഞ്ഞ 5 വർഷം കൊണ്ട് LDFന്റെ ജനകീയത ഇല്ലാതാക്കി, അടിസ്ഥാനപരമായ കാര്യങ്ങൾ അവഗണിച്ചു എന്നിങ്ങനെ അക്കമിട്ട് നിരത്തിയുള്ള കുറ്റപ്പെടുത്തലുകൾ. ഇതൊക്കെ ഒഴിവാക്കിയിരുന്നുവെങ്കിൽ ഇത്ര കനത്തിൽ തിരിച്ചടി ഉണ്ടാകില്ലായിരുന്നു എന്നും ഗായത്രി പറയുന്നു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്നു ഗായത്രി. എന്നാൽ ഗായത്രിക്ക് താക്കീത് നൽകിയിരിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അമ്മാതിരി പോസ്റ്റ് ഇടുന്നതിനോട് പാർട്ടിക്ക് താല്പര്യമില്ലെന്നും പാർട്ടിക്ക് അകത്ത് പറയേണ്ട കാര്യങ്ങൾ അകത്ത് തന്നെ പറയണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കാൽനൂറ്റാണ്ടിന്റെ ഇടത് തുടർഭരണം അവസാനിപ്പിച്ച് കൊല്ലം കോർപ്പറേഷൻ UDF പിടിച്ചെടുത്തു. കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടിയിലധികം നേട്ടമുണ്ടാക്കാൻ ഇത്തവണ UDFന് കഴിഞ്ഞു. LDFന് പകുതിയിലധികം സീറ്റുകൾ നഷ്ടപ്പെട്ടപ്പോൾ ഇടതിന്റെ മുതിർന്ന നേതാക്കളെ തോൽപ്പിച്ച BJPയും നേട്ടമുണ്ടാക്കി. കൊല്ലം കോർപ്പറേഷനിൽ 25 വർഷത്തിനു ശേഷം UDFന്റെ തിരിച്ചുവരവ്. 56 വാർഡുകളുള്ള കൊല്ലം കോർപ്പറേഷനിൽ UDF പിടിച്ചെടുത്തത് 27 വാർഡുകൾ. കഴിഞ്ഞ തവണ 10 സീറ്റുകൾ മാത്രം ഉണ്ടായിരുന്നിടത്താണ് UDF ഇത്തവണ മുന്നേറിയത്. 38 സീറ്റുകളിൽ നിന്നും LDF പകുതിയിൽ താഴെ സീറ്റുകളിലേക്ക് നിലംപതിച്ചു. LDFന് നേടാനായത് 16 സീറ്റുകൾ മാത്രം. UDFന്റെ മേയർ സ്ഥാനാർത്ഥി AK ഹഫീസ് താമരക്കുളം വാർഡിൽ നിന്നും വിജയിച്ചു. കേരളമാകെ ഒരു മാറ്റം കുറിക്കുന്നതിൻ്റെ ഭാഗത്ത് നിൽക്കുക. ഒരു 6 മാസക്കാലം കഴിയുമ്പോൾ ഈ ഇടത് ദുർഭരണം അല്ലെങ്കിൽ അഴിമതി ഭരണം, തൊട്ടാൽ കമ്മീഷൻ ഭരണം എന്നാണല്ലോ ഈ ഇടത് ഭരണത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. അമ്പലം വിഴുങ്ങിയെന്ന് വരെ സൂചിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് അവർക്കെതിരെയുള്ളൊരു ജനവികാരമാണ് ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത്. UDF വീണ്ടും വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും എന്ന് തെളിയിക്കുന്നൊരു സെമി ഫൈനലാണ് ഈ തെരഞ്ഞെടുപ്പ്. സിറ്റിംഗ് മേയറും CPI നേതാവുമായ ഹണി ബെഞ്ചമിനെ കൊല്ലം കോർപ്പറേഷൻ വടക്കുംഭാഗം ഡിവിഷനിൽ കോൺഗ്രസിന്റെ കുരുവിള ജോസഫ് 355 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി. മുൻ മേയർ അല്ല, സിറ്റിംഗ് മേയർ. ജനങ്ങളാണ് തോൽപ്പിച്ചത്, കുരുവിള ജോസഫ് അല്ല.
കുരുവിള ജോസഫിൽ കൂടി ജനങ്ങൾ തോൽപ്പിച്ചു സിറ്റിംഗ് മേയറിനെ. UDFന്റെ പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി ജയലക്ഷ്മിയുടെ വിജയം ഇടതു സ്ഥാനാർത്ഥിയെ 482 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു. ഇടതിന്റെ സിറ്റിംഗ് സീറ്റുകൾ പലതും നേടിയെടുത്ത UDF ഇടതുകോട്ടയിൽ ആധിപത്യമുറപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഇടതിന്റെ മേയർ സ്ഥാനാർത്ഥിയുമായിരുന്ന VK അനിരുദ്ധനും മുതിർന്ന CPM നേതാവും മുൻ മേയറുമായ V രാജേന്ദ്രബാബുവും അടിയറവ് പറഞ്ഞത് BJPക്ക് മുന്നിലായിരുന്നു. 27 വോട്ടുകൾക്ക് VK അനിരുദ്ധനെ BJPയുടെ അജിത് ചോഴത്തിൽ പരാജയപ്പെടുത്തിയപ്പോൾ രാജേന്ദ്രബാബുവിനെ 293 വോട്ടുകൾക്ക് BJPയുടെ അഭിലാഷ് TR തോൽപ്പിച്ചു. കഴിഞ്ഞ തവണ 6 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന BJP ഇത്തവണ 12 സീറ്റുകൾ നേടി. കൊല്ലം കോർപ്പറേഷനിൽ ഇടതിന്റെ പരാജയം ഗൗരവമായി പരിശോധിക്കുമെന്നും തിരുത്തേണ്ടുന്നവ തിരുത്തി മുന്നോട്ടു പോകുമെന്നുമായിരുന്നു തോൽവിക്കു ശേഷം CPIM ജില്ലാ നേതൃത്വത്തിന്റെ ആദ്യ പ്രതികരണം. ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള നിരവധിയിടങ്ങളിൽ അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെയാണ് UDF അധികാരത്തിലെത്തിയതെന്നും BJP UDF അവിശുദ്ധ സഖ്യം പരാജയ കാരണമെന്നും CPIM വിലയിരുത്തുന്നു. എങ്കിലും ഒരിക്കലും കൈവിടില്ലെന്ന് LDF പ്രതീക്ഷിച്ച കോട്ടകളിലൊന്നാണ് UDF തരംഗത്തിൽ കൊല്ലത്തും നഷ്ടമായത്. അമൃത ന്യൂസ്, കൊല്ലം. മധ്യകേരളത്തിലെ കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിച്ച UDF കൊച്ചി കോർപ്പറേഷനിലെ 76 വാർഡുകളിൽ 46 എണ്ണവും തൃശൂരിൽ 56-ൽ 33 സീറ്റുകളും നേടിയാണ് UDF ആധികാരിക വിജയം നേടിയത്. UDFന്റെ മേയർ സ്ഥാനാർത്ഥികളായി പരിഗണിക്കപ്പെടുന്നവരെല്ലാം വിജയിച്ചപ്പോൾ LDFന്റെ മേയർ സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്നവരെല്ലാം തോറ്റു. 2020 കോൺഗ്രസ് വിമതരുടെ പിന്തുണയിലായിരുന്നു കൊച്ചി കോർപ്പറേഷനിൽ LDF ഭരണം പിടിച്ചത്. ഇത്തവണ 46 സീറ്റ് നേടി UDF ആധികാരികമായ വിജയം ഉറപ്പിച്ചു. LDF 24 സീറ്റുകളിലും NDA 6 വിജയിച്ചു. എറണാകുളം ജില്ലയിൽ 12 നഗരസഭകളിൽ UDFനാണ് ഭരണം. ഇപ്പോൾ ഈ ഭരണവും UDF വലിയ വിജയം നേടിക്കഴിയുമ്പോൾ സത്യത്തിൽ മേയറെ നിങ്ങൾക്ക് ആർക്കും ഇനി വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കില്ല. മേയർ അനിൽകുമാർ ഒളിവിൽ തന്നെ ആയിരിക്കും. കോർപ്പറേഷന് ഇതുപോലെ ഒരു ദുർഗതി ഉണ്ടായ ഒരു 5 വർഷക്കാലം ഉണ്ടായിട്ടില്ല. ടോണി ചമ്മണി മേയറായിരുന്ന സമയത്ത് ആരംഭിച്ച കൊച്ചി സ്മാർട്ട് മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, അത് തുടർന്ന് സൗമിനി ജയൻ നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളിൽ ചിലത് പൂർത്തിയാക്കിയിട്ട് ഇത് ഞങ്ങളുടെ പദ്ധതിയാണ് എന്ന് അച്ചടിച്ച് വലിയ പുസ്തകം ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് പുസ്തകം അച്ചടിച്ച് വീടുകളിൽ കൊണ്ടുപോയി കൊടുത്തും പ്രചരണം നടത്തിയാലും അതൊന്നും LDFൻ്റേതാകില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി കാണാം. തൃപ്പൂണിത്തുറയിൽ 21 സീറ്റുമായി NDAക്കാണ് മുൻതൂക്കം. കാലങ്ങളായി LDFും UDFും മാറി മാറി ഭരിച്ച തൃപ്പൂണിത്തുറ നഗരസഭയിൽ ഇത്തവണ 20 സീറ്റുകളാണ് LDF നേടിയത്. UDF 16 സീറ്റുകളിൽ ഒതുങ്ങി. കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയായി വിലയിരുത്തപ്പെടുന്ന ദീപ്തി മേരി വർഗീസ് കൊച്ചി കോർപ്പറേഷൻ കലൂർ സ്റ്റേഡിയം ഡിവിഷനിൽ നിന്ന് മികച്ച വിജയം നേടി. വലിയ വിജയമാണ്. ഇതൊരു വലിയ ട്രെൻഡാണ്. കാരണം നഗരസഭയിൽ ഇക്കാലം അത്രയും കാണാത്ത രീതിയിൽ വിജയിച്ചിട്ടില്ലാത്ത കുത്തകയായി വെച്ചിരുന്ന LDF കുത്തകയായി വെച്ചിരുന്ന പല സീറ്റുകളും തിരിച്ചു പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ വിജയമാണ്. ഇത് ജനങ്ങളുടെ വിജയമാണ്. കൊച്ചി നഗരം ആഗ്രഹിക്കുന്നു UDF തിരിച്ചു വരണമെന്ന്. സംസ്ഥാന സർക്കാരിനെതിരായുള്ള ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ച തൃശൂരിലും LDF കനത്ത തിരിച്ചടി നേരിട്ടു. 10 വർഷങ്ങൾക്ക് ശേഷം തൃശൂർ കോർപ്പറേഷനിൽ ഇടതുമുന്നണിക്ക് അടിപതറി. 33 സീറ്റുകൾ നേടി UDF ഭരണത്തിലെത്തി. 2 സീറ്റുകൾ വർദ്ധിപ്പിച്ച് 8 NDA വിജയിച്ചു. 2 കോൺഗ്രസ് വിമതരും കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു. ഈ ഒരു ഫലത്തിലൂടെ തൃശ്ശൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വോട്ടർമാർ ഉരച്ചു നോക്കാതെ തന്നെ സ്വർണമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. അതാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. അവർക്ക് ഏതാണ് ചെമ്പ് ഏതാണ് തങ്കം എന്നൊക്കെ തിരിച്ചറിയാനുള്ള പ്രബുദ്ധത തൃശ്ശൂരിലെ വോട്ടർമാർക്കുണ്ട്. അതവർ തീർച്ചയായും ചെയ്തിരിക്കുകയാണ്. അമൃത ന്യൂസ്, കൊച്ചി. അരനൂറ്റാണ്ടിലധികമായി ഭരണം തുടർന്ന കോഴിക്കോട് കോർപ്പറേഷനിൽ ഇത്തവണ LDFന് കേവല ഭൂരിപക്ഷമില്ല. LDF 35 സീറ്റ് നേടിയപ്പോൾ UDFന് 28 സീറ്റാണ് ലഭിച്ചത്. 7 സീറ്റ് ഉണ്ടായിരുന്ന BJP 13 സീറ്റ് നേടി കരുത്ത് കാട്ടി. കണ്ണൂർ കോർപ്പറേഷനിൽ UDF ഭരണം നിലനിർത്തിയപ്പോൾ LDFന് 4 സിറ്റിംഗ് സീറ്റുകളാണ് നഷ്ടമായത്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ചരിത്രത്തിലാദ്യമായി UDF ഭരിക്കും. സംസ്ഥാനത്താകെ UDF തരംഗം ആഞ്ഞടിച്ചപ്പോൾ അരനൂറ്റാണ്ടായുള്ള കോഴിക്കോട് കോർപ്പറേഷൻ എന്ന ഇടത് ചെങ്കോട്ടയും ആടിയുരഞ്ഞു. കേവല ഭൂരിപക്ഷമാകുന്ന 39 എന്ന പച്ച തൊടാതെ 35 സീറ്റിൽ LDF ഒതുങ്ങി. കഴിഞ്ഞ തവണ 18 സീറ്റ് നേടിയ UDF അത് 28 വർദ്ധിപ്പിച്ചു. 7 സീറ്റുണ്ടായിരുന്ന NDA 13 സീറ്റായി വർദ്ധിപ്പിച്ചു. LDFന്റെ മേയർ സ്ഥാനാർത്ഥിയായ CP മുസാഫിർ അഹമ്മദിന് കോൺഗ്രസിന്റെ SD അബൂബക്കറിനോടേറ്റ തോൽവി
ജില്ലയിലെ CPM-നേറ്റ ഡബിൾ ഷോക്കായി. അതേസമയം മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും NDAയുടെ ഹരീഷ് പൊറ്റങ്ങാടിയോട് UDFന്റെ മേയർ സ്ഥാനാർത്ഥി PM നിയാസ് പരാജയപ്പെട്ടത് വിജയത്തിനിടയിലും കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിച്ചു. ഞങ്ങളുടെ മേയർ സ്ഥാനാർത്ഥിയ PM നിയാസിൻ്റെ അപ്രതീക്ഷിതമായ തോൽവി, ആ തോൽവി പാർട്ടി ഗൗരവമായി എടുക്കുന്നുണ്ട്. ആ തോൽവിയെക്കുറിച്ച് ഒരു ഉന്നത നേതാവിൻ്റെ സാന്നിധ്യത്തിൽ അന്വേഷണം നടത്തി വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ കൃത്യമായ നടപടിയുണ്ടാവും. വാർഡ് വിഭജനത്തിൽ ഉൾപ്പെടെ BJPയെ സഹായിക്കുന്ന നിലപാടാണ് CPMന്റെ തോൽവിക്ക് കാരണമെന്ന നിഗമനത്തിലാണ് UDF. BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ വിട്ടുകൊടുത്തതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും കൈകഴുകി രക്ഷപ്പെടാൻ പിണറായി വിജയന് സാധിക്കില്ല. മേയർ ബീന ഫിലിപ്പിന്റെ വാർഡിൽ NDAയുടെ T റെനീഷിന്റെ ആധികാരിക വിജയവും നഗരത്തിലെ നേട്ടങ്ങളും NDAയുടെ വിജയത്തിന്റെ മാറ്റ് വർദ്ധിപ്പിക്കുന്നു. UDFന്റെ മേയർ സ്ഥാനാർത്ഥിയെ മലത്തി അടിച്ചുകൊണ്ട് ഒരു യുവ നേതാവാണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. ബീന ഫിലിപ്പിന്റെ വാർഡിൽ റിനീഷ് എന്ന് പറയുന്ന ഞങ്ങളുടെ യുവ നേതാവ് അത്ഭുതകരമായിട്ട് കഴിഞ്ഞ തവണയും അദ്ദേഹം ഒരു 3ാം സ്ഥാനത്തുള്ള വാർഡ് ജയിച്ചു. ഇത് CPMന്റെ ഉരുക്ക് കോട്ടയിലും ഞങ്ങൾ ജയിച്ചു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ചരിത്രത്തിലാദ്യമായി UDF ഭരിക്കും. 39 ഗ്രാമപഞ്ചായത്തുകൾ UDF നേടിയപ്പോൾ LDF 27ലേക്ക് ഒതുങ്ങി. കണ്ണൂർ കോർപ്പറേഷൻ 36 സീറ്റുമായി UDF ഭരിക്കും. കഴിഞ്ഞ തവണ ഇത് 34 LDFന് കഴിഞ്ഞ തവണ കണ്ണൂരിൽ 19 സീറ്റായിരുന്നെങ്കിൽ അത് 15 കുറഞ്ഞു. കഴിഞ്ഞ തവണ ഒരു സീറ്റ് നേടിയ NDA 4 സീറ്റിലാണ് ഇത്തവണ വിജയിച്ചത്. SGPI കണ്ണൂരിൽ അക്കൗണ്ട് തുറക്കുന്ന സാഹചര്യവുമുണ്ടായി. കണ്ണൂർ ഗ്രാമപഞ്ചായത്തുകളിൽ 49 ഇടത്ത് LDFും 21 ഇടത്ത് UDFും ജയിച്ചപ്പോൾ 11 സീറ്റ് വീതം LDFും UDFും ഒപ്പത്തിനൊപ്പമാണ്. കണ്ണൂരിലും കോഴിക്കോടുമേറ്റ പരാജയം LDFനെ ഇരുത്തി ചിന്തിപ്പിക്കും. അമൃത ന്യൂസ്, കണ്ണൂർ, കോഴിക്കോട്. വിജ്ഞാപനത്തിന് തൊട്ടു മുൻപ് ക്ഷേമ പദ്ധതികൾ വാരിക്കോരി പ്രഖ്യാപിച്ചിട്ട് പോലും ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചതിന്റെ ഞെട്ടലിലാണ് ഇടതുമുന്നണി. പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് കുതിച്ചുയർന്ന തരംഗം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDFനുള്ള ഊർജവും കരുത്തുമായി മാറി. തലസ്ഥാന കോർപ്പറേഷനിലെ ആധിപത്യം ഉൾപ്പെടെ വിവിധ ഇടങ്ങളിലെ മുന്നേറ്റം 2026 നിർണായക ശക്തിയാകുമെന്ന സൂചന നൽകാൻ NDAയ്ക്കും കഴിഞ്ഞു. ശബരിമല എന്ന വൈകാരിക വിഷയം മറ്റൊരു തെരഞ്ഞെടുപ്പിനെ കൂടി സ്വാധീനിച്ചു എന്നതിന്റെ പാഠമായി 2025 മാറുകയാണ്. 2026 കച്ചമുറുക്കി ഇറങ്ങിയ 3 മുന്നണികൾക്കും പഠിക്കാൻ ഏറെയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, വികസന കുതിപ്പ്, അവസാന ലാപ്പിൽ പെൻഷൻ ഉൾപ്പെടെ വാരിക്കോരി ക്ഷേമ പദ്ധതികൾ. അമ്പെ പരാജയപ്പെട്ടുപോയ തെരഞ്ഞെടുപ്പ് തന്ത്രം. ആഭ്യന്തര വകുപ്പിലും ആരോഗ്യവകുപ്പിലും ഉൾപ്പെടെയുണ്ടായ വീഴ്ചകളും അഴിമതി ആരോപണങ്ങളും ED അന്വേഷണവും PM ശ്രീയിലെ നിലപാടു മാറ്റവും ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ അങ്ങനെയൊന്നും ബാധിക്കില്ല എന്ന കണക്കുകൂട്ടലുകളും പിഴച്ചു. അയ്യപ്പ സംഗമം നടത്തി ശബരിമല എന്ന വികാരം വോട്ടാക്കി മാറ്റാൻ നടത്തിയ ശ്രമങ്ങൾ ഒടുവിൽ സ്വർണ്ണക്കൊള്ളയിൽ എത്തിച്ചേർന്നപ്പോൾ നിലയില്ലാ കയത്തിൽ അകപ്പെട്ടു ഭരണമുന്നണി. ദേവസ്വം പ്രസിഡന്റുമാർ ഓരോരുത്തരായി ജയിലിലായത് ഒരു വിശ്വാസ സമൂഹത്തെ മാത്രമല്ല ബാധിച്ചത്. അധികാരികളുടെ വീഴ്ചകൾ എത്രത്തോളം ഗുരുതരമാണ് എന്ന് ഞെട്ടലോടെയാണ് കേരളം കണ്ടത്. കൃത്യമായി ആയുധമാക്കാൻ UDFനും BJPക്കും കഴിഞ്ഞിടത്ത് ഭരണമുന്നണി വേരോടെ വീണു. ഈ തെരഞ്ഞെടുപ്പിൽ LDFനേറ്റ പ്രഹരം എത്രത്തോളം ശക്തിയുള്ളതാണെന്ന് തെളിയിക്കുന്നതാണ് ചെങ്കോട്ടയായ കൊല്ലം കോർപ്പറേഷനിൽ ഒരു വേളയിൽ 3ാം സ്ഥാനത്ത് വരെ പോകേണ്ടി വന്ന സാഹചര്യം. അപ്പോഴും ഭരണവിരുദ്ധ വികാരം തങ്ങൾക്കനുകൂലമായി ഒരു തരംഗമായി മാറുമെന്ന് UDF പോലും കരുതിയിരുന്നില്ല. ഒറ്റക്കെട്ടായി നിന്ന ഒരു ടീം വർക്കിന്റെ വിജയമെന്ന് ആവർത്തിക്കാൻ UDFനായി. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊന്നും വോട്ടെടുപ്പിനെ ബാധിച്ചതുമില്ല. പരുങ്ങലിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലമെങ്കിൽ 2026 കടപുഴകി വീഴുമായിരുന്ന UDFന് ഇപ്പോഴുണ്ടായ തരംഗം തലവര തന്നെ മാറ്റുകയാണ്. അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിർണായക വിഷയങ്ങളിൽ എടുത്ത നിലപാടുകൾ രാഷ്ട്രീയമായി ശരിയെന്ന് തെളിയിക്കാൻ VD സതീശൻ എന്ന നേതാവിന് കഴിയുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം നേടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസമെന്ന് ആവർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവ് വീണ്ടും മുന്നണിക്കുള്ളിൽ തന്റെ ആർജവം തെളിയിക്കുന്നു. അതേസമയം ഇവിടെയൊരു BJP ഉണ്ട് എന്ന ഇടതു വലതു മുന്നണികളുടെ നെഞ്ചെടുപ്പ് കൂട്ടാനും പലയിടത്തും നിർണായകമാകാനും തങ്ങൾക്ക് കഴിയുമെന്ന ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ NDAയും തെളിയിച്ചു. തലസ്ഥാന കോർപ്പറേഷനിലെ തേരോട്ടം ജില്ലയിലെ പല നിയമസഭാ മണ്ഡലങ്ങളിലും BJPയുടെ ആത്മവിശ്വാസവും പ്രതീക്ഷയും ശക്തിപ്പെടുത്തുന്നു. വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുമെന്ന് പറയുന്ന LDFനും മഹായുദ്ധത്തിനായി തയ്യാറെടുക്കുന്ന UDFനും തലസ്ഥാനത്ത് പ്രധാനമന്ത്രിയുടെ വരവിനായി കാത്തിരിക്കുന്ന NDAയ്ക്കും ഇനിയുള്ള 3 മാസക്കാലം ഏറെ നിർണായകം. അൻഫിലി ഡിസൂസ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ഫലം വന്നു, ഇനി എന്തായാലും അത് അംഗീകരിക്കുകയേ തരമുള്ളൂ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ചത്ര ഫലമല്ല ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിന്റെ കാരണങ്ങൾ വിശദമായി പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ അറിയിച്ചു. എം മണി പതിവ് പോലെ പറഞ്ഞപ്പെട്ടു. മറ്റു നേതാക്കളെക്കാൾ അല്പം കടന്നുള്ള പരാമർശമാണ് എം മണി നടത്തിയത്. ജനങ്ങൾ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി പണി തന്നു എന്ന് ഒരു ശങ്കയുമില്ലാതെ അദ്ദേഹം പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, കേരളത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചുവെന്ന് ഞങ്ങളുടെ പാർട്ടിയും LDF പരിശോധിക്കും. ഇടുക്കി ജില്ലയിലെ കാര്യവും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളുടെ പാർട്ടി വിശദമായി പരിശോധിക്കും. ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും വശം വന്നിട്ടുണ്ടോ, അഥവാ LDFൻ്റെ പ്രവർത്തനങ്ങൾ